കർണാടകത്തിലെ ഹാസനിൽ വീടിനുള്ളിൽ സ്ഫോടനമുണ്ടായി 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കെ.ബി. ശ്രീധരൻ വിവരങ്ങൾ. രതീഷ്, ഹാസനിലെ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ വലിയ സ്ഫോടനം ഉണ്ടായത്. അതായത് ഇന്ന് രാവിലെ വീടിന് തൊട്ടുപുറത്ത്, അതായത് വീടിനും ചുറ്റുമതിലിനും ഇടയിലുള്ള പ്രദേശത്ത് വെച്ച് ആ ഗ്യാപ്പിൽ വെച്ചാണ്, മുറ്റത്ത് വെച്ചാണ് സ്ഫോടനമുണ്ടായത്. വീട്ടുകാർ പറയുന്നത് അവിടെ ഉപയോഗശൂന്യമായി ഒരു സിലിണ്ടറുകൾ ഇട്ടിരുന്നു. ഇതാണ് പൊട്ടിത്തെറിച്ചത്. അങ്ങനെ അപകടമുണ്ടായി എന്നാണ് വീട്ടുകാർ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ഫോറൻസിക് വിഭാഗവും ബോംബ് സ്ക്വാഡും ഒക്കെ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ചില ലോഹഭാഗങ്ങൾ സംശയാസ്പദമായ രീതിയിൽ അവിടെ നിന്ന് കണ്ടെത്തി. അതോടുകൂടി ഈ കേസ് കൂടുതൽ ഗൗരവത്തോടു കൂടി അന്വേഷിക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും കൂടുതൽ പരിശോധനകൾ ആ വീട്ടിൽ നടക്കുകയാണ്. സുദർശൻ, കാവ്യ എന്നീ ദമ്പതിമാർക്കാണ് പരിക്കേറ്റത്. അത്ഭുതകരമായി ഇവരുടെ 2 കുട്ടികൾ അവിടെ നിന്ന് ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഏതായാലും ശരീരത്തിൽ വളരെ വലിയ രീതിയിൽ പൊള്ളലേറ്റ ഈ ദമ്പതിമാരെ ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതായാലും ഹാസൻ എസ്.പിയുടെ നേതൃത്വത്തിൽ ഇതിലേതെങ്കിലും തരത്തിൽ അട്ടിമറി ശ്രമമുണ്ടോ, അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണോ നടന്നത് തുടങ്ങി എല്ലാ വിധത്തിലുള്ള ആംഗിളുകളും പരിശോധിച്ചു വരികയാണ്. നിലവിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിയാണ് സ്ഫോടനമുണ്ടായത് എന്ന വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു മൊഴിയാണ് വീട്ടുകാർ നൽകിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.